നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവവും രാസപ്രവർത്തനശാലയുമാണ് കരൾ. നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാനും ഊർജം സംഭരിക്കാനും സഹായിക്കുന്ന ഈ അവയവത്തിന് എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ ശരീരം പല രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. എന്നാൽ പലപ്പോഴും ഈ ലക്ഷണങ്ങൾ നാം തിരിച്ചറിയാറുമില്ല. പ്രത്യേകിച്ച് ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങൾ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ വലിയ വേദനയോ പ്രകടമായ അസ്വസ്ഥതകളോ ഒന്നും തന്നെ ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പാദങ്ങളിലും കാലുകളിലും വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. പ്രമുഖ ഗ്യാസ്ട്രോ എൻട്രോളജി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് ഫാറ്റി ലിവറിന്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണങ്ങളിലൊന്ന് നമ്മുടെ കാലുകളിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഫാറ്റി ലിവർ? ലളിതമായി പറഞ്ഞാൽ കരൾ കോശങ്ങളിൽ അമിതമായ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണിത്. ഇത് കരളിന്റെ സ്വാഭാവിക പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. കരളിന്റെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ ശരീരത്തിലെ ദ്രാവകങ്ങളുടെ വിതരണത്തിലും മാറ്റം വരുന്നു. കരൾ ഉൽപ്പാദിപ്പിക്കേണ്ട അൽബുമിൻ എന്ന പ്രോട്ടീന്റെ അളവ് കുറയുമ്പോൾ രക്തക്കുഴലുകളിൽ നിന്ന് ദ്രാവകം പുറത്തേക്ക് വരികയും അവ കോശങ്ങൾക്കിടയിൽ അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു. ഗുരുത്വാകർഷണം മൂലം ഈ ദ്രാവകം ശരീരത്തിന്റെ താഴ്ഭാഗങ്ങളായ കണങ്കാലുകളിലും പാദങ്ങളിലും കേന്ദ്രീകരിക്കുന്നു. ഇതിനെയാണ് വൈദ്യശാസ്ത്രം എഡിമ എന്ന് വിളിക്കുന്നത്. കാലുകൾക്ക് അമിതമായ ഭാരവും പെരുപ്പും അനുഭവപ്പെടുന്നത് ഇതിന്റെ തുടക്കമാകാം. നിങ്ങളുടെ കാലിലെ വീക്കം ഫാറ്റി ലിവർ മൂലമാണോ എന്ന് എങ്ങനെ സ്വയം പരിശോധിക്കാം? ഇതിനായി വളരെ ലളിതമായ ഒരു മാർഗമുണ്ട്. നിങ്ങളുടെ കണങ്കാലിന്റെ ഭാഗത്തോ പാദത്തിന്റെ മുകൾ ഭാഗത്തോ വിരൽ കൊണ്ട് ഏകദേശം 10 മുതൽ 15 സെക്കൻഡ് വരെ ശക്തമായി അമർത്തിപ്പിടിക്കുക. വിരൽ മാറ്റിയ ശേഷവും ആ ഭാഗത്ത് ഒരു ചെറിയ കുഴി രൂപപ്പെടുകയും അത് പഴയ രൂപത്തിലേക്ക് വരാൻ കുറച്ച് സമയമെടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പിറ്റിംഗ് എഡിമ എന്ന് വിളിക്കുന്നു. ഇത് കരൾ സംബന്ധമായ പ്രശ്നങ്ങളുടെ വ്യക്തമായ സൂചനയാകാം. കൂടാതെ കാലിലെ ചർമ്മത്തിൽ കാണുന്ന ചിലന്തിവല പോലുള്ള ചുവന്ന രക്തക്കുഴലുകൾ, കാലിലെ ചൊറിച്ചിൽ അല്ലെങ്കിൽ വെളുത്ത പാടുകൾ എന്നിവയും ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങളായി ഡോക്ടർമാർ കണക്കാക്കുന്നുണ്ട്. ഫാറ്റി ലിവർ ഇന്ന് മദ്യപിക്കുന്നവരിൽ മാത്രമല്ല കണ്ടുവരുന്നത്, അമിതവണ്ണമുള്ളവരിലും വ്യായാമം കുറഞ്ഞവരിലും കാണുന്നുണ്ട്. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവയുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. തുടക്കത്തിലെ തിരിച്ചറിഞ്ഞാൽ ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങളിലൂടെയും ജീവിതശൈലി പരിഷ്കരണത്തിലൂടെയും കരളിനെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും സാധിക്കും. മധുരവും അന്നജവും അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക, ധാരാളം നാരുകൾ അടങ്ങിയ പച്ചക്കറികൾ കഴിക്കുക, ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക എന്നിവയാണ് പ്രധാന പ്രതിവിധികൾ. നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അമിതമായ ആത്മവിശ്വാസമല്ല വേണ്ടത്, മറിച്ച് കൃത്യമായ ശ്രദ്ധയാണ്. കാലുകളിൽ കാണുന്ന വീക്കം വെറും ക്ഷീണം കൊണ്ടാണെന്ന് കരുതി തള്ളിക്കളയാതെ ഒരു വിദഗ്ധ ഡോക്ടറെ കണ്ട ലിവർ ഫംഗ്ഷൻ ടെസ്റ്റോ അൾട്രാസൗണ്ട് സ്കാനിങ്ങോ നടത്തുന്നത് ഭാവിയിലെ വലിയ അപകടങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കും. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുന്നതാണല്ലോ. നിങ്ങളുടെ കരളിനെ സ്നേഹിക്കുക, ശരീരം നൽകുന്ന സൂചനകൾക്ക് കാതോർക്കുക.